നമസ്കാരം. TGS മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളം കാതോർത്ത തൃശ്ശൂരിലെ വമ്പൻ നേട്ടങ്ങളും ലോകകപ്പ് മൈതാനത്തെ തീപാറുന്ന പോരാട്ടങ്ങളുമടക്കം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ സുനിൽ തരകൻ. ആദ്യം തന്നെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായ കീം 2026 ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഫാർമസി സ്ട്രീമിൽ കേരളത്തിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂരിന്റെ സ്വന്തം വിനായക് നാരായണൻ. തൃശ്ശൂർ പൊറ്റ സ്വദേശിയായ വിനായക് ഈ നേട്ടത്തിലൂടെ സാംസ്കാരിക നഗരത്തിന്റെ കീർത്തി ഒരിക്കൽ കൂടി ഉയർത്തിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ തൃശൂർ ഇരുവത്തൂർ സ്വദേശിയായ വിസ്മയ KR 3ാം റാങ്കും സ്വന്തമാക്കിയിട്ടുണ്ട്. മിടുക്കന്മാർക്കും മിടുക്കികൾക്കും TGS മീഡിയയുടെ അഭിനന്ദനങ്ങൾ. അതീവ സുരക്ഷാ മേഖലയായ വിയ്യൂർ ജയിലിന് മുകളിൽ പുലർച്ചെ ഡ്രോൺ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് രംഗത്ത്. തൃശൂരിൽ നിന്നും കടുത്ത സുരക്ഷാ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തടവറകളിലൊന്നായ വിയ്യൂർ സെൻട്രൽ ജയിലിന് മുകളിലൂടെ സംശയകരമായ സാഹചര്യത്തിൽ ഡ്രോൺ പറന്നു. വ്യാഴാഴ്ച രാത്രി 12-നും വെള്ളി പുലർച്ചെ 2-നും ഇടയിൽ 3 തവണയാണ് വിയ്യൂർ ജയിൽ പരിസരത്തും സമീപത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി മുകളിലും ഡ്രോൺ പറന്നത്. കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ ജയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം പൂർണ്ണമായും ഡ്രോൺ നിരോധിത മേഖലയാണ്. ജയിലിനുള്ളിലേക്ക് ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമാണോ അതോ റീൽസ് ചിത്രീകരണമാണോ നടന്നിരിക്കുന്നത് എന്നതിൽ വിയ്യൂർ പോലീസും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും കടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. തൃശൂരിൽ വീണ്ടും വൻ ലഹരിവേട്ടയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക്. കയ്പമംഗലത്ത് 2 കിലോയിലധികം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത സംഭവത്തിൽ 2 പേർ കൂടി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. കയ്പമംഗലം കുരിക്കോഴി സ്വദേശി കൊട്ടേക്കാട്ട് വീട്ടിൽ അജിനാസ്, കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി എന്നിവരെയാണ് കയ്പമംഗലം പോലീസും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് ചേർന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കയ്പമംഗലം ഭാഗത്തുനിന്ന് 2290 കിലോഗ്രാം മാരക ലഹരിമരുന്നായ ഹാഷിഷ് ഓയിൽ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുള്ള ഈ കണ്ണികളെ കൂടി പോലീസ് വലയിലാക്കിയിരിക്കുന്നത്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ലഹരി കടത്തനായി മയക്കുമരുന്ന് മാഫിയകൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും കാരിയർമാരായി ഉപയോഗിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് ഇതെന്നാണ് സൂചന. ഈ മാഫിയയുടെ വേരുകൾ എവിടെയൊക്കെയാണെന്നും ഇതിന് പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ടോ എന്നും കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒല്ലൂരിലെ ESI ആശുപത്രിക്ക് സമീപം ഇന്ന് രാവിലെ 11 മണിയോടെ ഉണ്ടായ സ്വകാര്യ ബസ് അപകടത്തിൽ ഡ്രൈവർമാർ ഉൾപ്പെടെ 24 പേർക്ക് പരിക്കേറ്റു. തൃശ്ശൂരിൽ നിന്ന് പാലപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന സുമംഗലി ബസും കല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന മാതാ ബസുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു. മാതാ ബസിന്റെ ഡ്രൈവർ നിർമ്മൽ ഡ്രൈവിംഗ് ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ഫയർഫോഴ്സ് സംഘം ബസിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റതായും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുമംഗലി ബസിന്റെ ഡ്രൈവർ വിഷ്ണുവിനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ യാത്രക്കാരെ ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലുമായി തൃശ്ശൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന് പുതിയ കാർഷിക നയരേഖ. കേരളത്തിൽ ഇനി കരിമ്പ് വിപ്ലവം. കേരള രാഷ്ട്രീയത്തിലും കാർഷിക മേഖലയിലും വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വാർത്തയിലേക്കാണ് എറണാകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രം തയ്യാറാക്കിയ പുതിയ കരിമ്പ് ശർക്കര മിഷൻ നയരേഖ പോളിസി ഡോക്യുമെന്റ് പ്രതിപക്ഷ നേതാവ് VD സതീശന് കൈമാറി. ആലങ്ങാട് നടപ്പിലാക്കി വൻ വിജയമായ ജൈവ ശർക്കര നിർമ്മാണ മോഡൽ സംസ്ഥാന വ്യാപകമാക്കാനാണ് നിർദ്ദേശം. അടുത്ത നിയമസഭാ സമ്മേളനങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളിലും കർഷകർക്ക് പുതിയ വരുമാന മാർഗം തുറക്കുന്ന ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകും. നിപ്പ ജാഗ്രതയിൽ കേരളം. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കടുത്ത ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലെ നിപ്പ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. എങ്കിലും സമ്പർക്ക പട്ടികയിലുള്ള 104 പേരും നിലവിൽ നിരീക്ഷണത്തിലാണ്. ആർക്കും പുതിയതായി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ടെന്നും പൊതുജനങ്ങൾ ഭീതിപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മദ്യലഹരി കുറഞ്ഞ പാനീയങ്ങളുടെ നികുതി കുറയ്ക്കൽ UDF ചർച്ചയ്ക്ക് ശേഷം മാത്രം അന്തിമ തീരുമാനമെന്ന് റവന്യൂ മന്ത്രി. കേരള രാഷ്ട്രീയത്തിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ച പുതിയ മദ്യനയ വിവാദത്തിലേക്ക് പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച കുറഞ്ഞ ആൽക്കഹോളുള്ള 0.5% മുതലുള്ള 10% വരെ പാനീയങ്ങളുടെ വിൽപ്പന നികുതി 120% കുറയ്ക്കുവാനുള്ള ശുപാർശയിൽ UDF
മുന്നണിയിലും കോൺഗ്രസ് നേതൃത്വത്തിലും വിപുലമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നികുതി ഇളവ് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആയുധമാകാനാണ് സാധ്യത. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ കടുത്ത നടപടി. NDPS നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്രം. രാജ്യത്ത് മയക്കുമരുന്ന് മാഫിയകളുടെ ലൂപ്പ് ഹോളുകളിൽ അടയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ NDPS നിയമം ശക്തമായി ഭേദഗതി ചെയ്യാനൊരുങ്ങുന്നു. ന്യൂഡൽഹിയിൽ നടന്ന നാർക്കോ കോർഡിനേഷൻ സെന്റർ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മയക്കുമരുന്ന് വ്യാപാരികളോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്ത് മൺസൂൺ ശക്തി പ്രാപിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും റെഡ് അലർട്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കനക്കുകയാണ്. ഡൽഹി, മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വൻ ട്രാഫിക് ബ്ലോക്കുകളും വെള്ളപ്പൊക്കവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ മഴ ഇനിയും ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അമേരിക്ക ഇറാൻ സൈനിക ചർച്ചകൾ ലോകം ഉറ്റുനോക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ലോകം ഭീതിയോടെ നോക്കുന്ന മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് നേരിയ അയവ് വരുത്തുവാൻ പുതിയ നീക്കം. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള സൈനിക സമ്പർക്ക സംവിധാനം സ്ഥാപിക്കുവാൻ ധാരണയായെന്ന് പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ. മേഖലയിലെ പെട്ടെന്നുണ്ടാകുന്ന യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാനിത് സഹായിക്കുമെന്നാണ് UN വിലയിരുത്തുന്നത്. വെനസ്വേലയെ നടുക്കി ശക്തമായ ഭൂചലനം. ലാഗ്വാറയിൽ വൻ നാശനഷ്ടം. അന്താരാഷ്ട്ര വാർത്തകളിൽ തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലെ ലാഗ്വാറയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കെട്ടിടങ്ങൾ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. നിരവധി മരണങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ. 500 രൂപയുടെ വാച്ചിനു വേണ്ടി 30 വർഷത്തെ കോടതി കയറ്റം ഒടുവിൽ സുപ്രീം കോടതി തീർപ്പാക്കി. വെറും 500 രൂപ വില വരുന്ന ഒരു വാച്ചിനെ ചൊല്ലി അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കവും കയ്യാങ്കളിയും നീണ്ടത് 30 വർഷത്തെ കേസ് വഴക്കുകളിലേക്ക്. ഒടുവിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ മുന്നിലെത്തിയപ്പോഴേക്കും പ്രതികളിൽ 2 പേർ മരണപ്പെടുകയും ശേഷിച്ചയാൾക്ക് 60 വയസ്സ് തികയുകയും ചെയ്തിരുന്നു. 30 വർഷത്തെ കഠിനമായ വ്യവഹാരങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്ജൽ ബോയാൻ തലവന്മാരായ ബെഞ്ച് ഈ കേസ് അവസാനിപ്പിച്ചു. 500 രൂപയുടെ വാച്ചിന് വേണ്ടി ജീവിതത്തിലെ വിലപ്പെട്ട 30 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഇവരെക്കുറിച്ച് നമുക്ക് എന്തു പറയാൻ, അല്ലേ? വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഭാഗ്യവാനെ കുറച്ചുകൂടി പറയാം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ കാരുണ്യ KR 759 ലോട്ടറി ഫലം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പുറത്തു വന്നു. 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. സമ്മാനമടിച്ച ഭാഗ്യവാൻ തൃശ്ശൂർക്കാരനാണോ അതോ മറ്റേതെങ്കിലും ജില്ലക്കാരനാണോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും ലോട്ടറി എടുത്തവർ വേഗം പോയി ഫലം നോക്കിക്കോളൂ. ഭാഗ്യം നിങ്ങളെ തുണച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെ? കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.